ഇതാണ് എൻ്റെ വളയകാപ്പ്. അപ്പം ഒരു മാസം കയ്യിലുണ്ടായിരുന്നിട്ടും ലാസ്റ്റ് മിനിറ്റ് ഒന്നും ഓടിയില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാകത്തില്ല. ഏതായാലും വലിയ ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടാണ് ഇന്ന് ഷോപ്പിങ്ങിന് പോയിരിക്കുന്നത്. പക്ഷേ കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും നമുക്ക് റെഡി ആയിട്ട് ഇന്നത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നല്ല സ്കൈ, നല്ല ഭംഗിയുള്ള കാലാവസ്ഥയായിരുന്നു വെളിയിൽ. ജിലുവിനെ ഡേ കെയറിലാക്കി അച്ചാച്ചൻ ഇതുവരെ വീടെത്തിയിട്ടില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. വണ്ടിയിൽ കുറേ ലൈറ്റുകൾ തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്കതൊന്നും അറിയത്തില്ലെങ്കിലും നമുക്കറിയാവുന്ന ഒരു സാധനം ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ട് എന്നുള്ളതാണ്. അത് മാത്രം നോക്കിയാൽ പോരെ. പോയിട്ട് വരാം. നീണ്ട 2 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ അല്ല, ഞാൻ സെഫോറയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഉദ്ദേശം വളയകാപ്പിന് സ്വന്തമായി മേക്കപ്പ് ചെയ്യണമെന്നാണ്. അധികം മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ നിർത്തിയിട്ട് 2 കൊല്ലമാവുന്നു. അങ്ങനെ മേക്കപ്പും ഫൗണ്ടേഷനൊക്കെ നോക്കി ഇരുന്ന് പോയിട്ട് എണ്ണിക്കാൻ പറ്റാത്ത എന്നെ സെക്യൂരിറ്റി പൊക്കിയെടുക്കുന്ന വിഷ്വൽസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഏതായാലും ഒരു നല്ല ലിപ്സ്റ്റിക്ക്, ഫൗണ്ടേഷൻ അങ്ങനെ തുടങ്ങിയ സാധനങ്ങളൊക്കെ മേടിച്ച് എൻ്റെ മുഖമൊക്കെ ഒരുപാട് പരിവായി. ഏതായാലും അവിടെ തന്നെ മേക്കപ്പ് റിമൂവർ ഉണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് എല്ലാം വൃത്തിയാക്കിയിട്ട് വീട്ടിൽ വന്ന് ഈ മേടിച്ച സാധനങ്ങൾ ഒന്നുകൂടി ഇട്ട് നോക്കി. കണ്ടാൽ നല്ല പ്രയത്തെ പോലെ ഉണ്ട്. നമുക്ക് പക്ഷെ നാളെ സെറ്റ് ചെയ്യാം. ഇപ്പം അധികം ഒരുപാട് ഒരുക്കങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഈ പോയതിൽ ചെയ്ത രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ച് പൂക്കൾ മേടിച്ചിട്ട് വന്നു എന്നുള്ളതാണ്. നാളെ വളയകാപ്പിന് തലയിൽ വെക്കാനുള്ള ജാസ്മിൻ ഫ്ലവറും പിന്നെ താലത്തിൽ വെക്കാനുള്ള ജമന്തി പൂ, റോസാപ്പൂ, പിന്നെ വേറെ എന്തോ ഒരു പൂ, ഇതെല്ലാം മേടിച്ചിട്ട് വന്നു. കുറേ നാളുകളായി ജാസ്മിൻ ഫ്ലവർ തലയിൽ വെച്ചിട്ട്. നല്ല ഭംഗിയുണ്ട്, നല്ല മണമുണ്ട്. ഫ്രഷ് ഫ്ലവേഴ്സ് നമുക്കിവിടെ ലണ്ടൻ ഒണ്ടാരിയയിൽ കിട്ടും. ഇതിന് ജസ്റ്റ് 3 മീറ്റേഴ്സിന് $20 ആയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനൊരു തംബ്നെയിൽ എടുക്കാനുള്ള പുറപ്പാടാണ് ഈ കാണുന്നത്. വീഡിയോയ്ക്ക് ഒരു തംബ്നെയിൽ വേണമല്ലോ, അതിന് വേണ്ടിയുള്ള പുറപ്പാടാണ് ഈ കാണുന്നത്. ഏതായാലും നമുക്ക് ആ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഇനി നാളത്തേനുള്ള സാരി നന്നായിട്ട് അയൺ ചെയ്ത് എടുത്ത് വെക്കാം. ഇതാണ് എൻ്റെ സാരി. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തപ്പം ഒരുപാട് പേരും കമൻറ്റ് ചെയ്തത് ഗ്രീൻ കളറാണ് എന്നുള്ളതാണ്. കറക്റ്റാണ്, ഗ്രീൻ കളറാണ്. ഈ സാരിക്ക് വെറും $2,500 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ബ്ലൗസ് ഞാൻ ഡിസൈൻ ചെയ്ത് തയ്ച്ചതിന് 4000 രൂപ ആയിട്ടുണ്ടായിരുന്നു, നാട്ടിൽ നിന്ന് ചെയ്തിട്ട് വന്നേ. ഇതാണ് ഞാൻ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ട്രൈ ചെയ്ത് മേടിച്ച സാരി. പക്ഷേ ഇതെനിക്ക് വലിയ ഇഷ്ടമായില്ല വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴേ. അതുകൊണ്ട് ഞാൻ പോയി വേറെ മേടിക്കായിരുന്നു. ഇത് എൻ്റെ നാത്തൂൻ്റെ ബർത്ത്ഡേ ആ സമയത്തായിരുന്നു. അപ്പം ഈ ഒരു കളർ സാരി കൂടി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മേടിച്ച സ്ഥിതിക്ക് ഒന്ന് ഉടുത്ത് നോക്കണമല്ലോ, അങ്ങനെ ഉടുത്ത് നോക്കിയതാണ്. വളയകാപ്പ് ആദ്യം പ്ലാൻ ചെയ്തപ്പം എൻ്റെ മനസ്സിൽ ഈ റസ്റ്റഡ് ഓറഞ്ച് കളറായിരുന്നു. പക്ഷേ പിന്നെ എപ്പോഴും അതങ്ങ് മാറി. കാരണം അത് ഭയങ്കര യൂഷ്വൽ കോമൺ കളറായിരുന്നല്ലോ. സോ എന്തെങ്കിലും ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള കളർ വേണം എന്ന് കരുതി കുറച്ച് കടകൾ തപ്പി അവസാനം എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ MK ഫാബ്രിക്സ് എന്ന് കിട്ടിയ സാരിയാണിത്. വെറും $2,500 രൂപ ആയിട്ടുള്ളൂ. അപ്പം ഇതാണ് എൻ്റെ സാരി. അപ്പം പുതിയ വീഡിയോ വരുന്നത് വളയകാപ്പിന് നന്നായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺ ഗൈസ്. ബൈ ബൈ. സാരി എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.